CMR Lexalogic സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണം വ്യാപിപ്പിക്കാൻ ഇഡി. CMR Lexalogic കരാറിൽ വിശദമായ അന്വേഷണം നടത്താനാണ് തീരുമാനം. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് എക്സാലോജിക്കിന് ലഭിച്ച കരാർ ഏതെങ്കിലും പ്രത്യുപകാരത്തിന്റെ ഭാഗമാണോ എന്നും അന്വേഷിക്കും. അതേസമയം ടിവിയുടെ അടുത്തയാഴ്ച വീണ്ടും ചോദ്യം ചെയ്യാനാണ് ഇഡി തീരുമാനം. ആന്റണി ജോർജ് ഉണ്ട് വിവരങ്ങളുമായി. ആന്റണി, ഏതായാലും ഈ ഒരു CMR എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലേക്കാണ് ഇഡി കടക്കുന്നത്. കൂടുതൽ ആളുകൾ ഇനി ചോദ്യമുനയിലേക്ക് എത്താനുള്ള സാധ്യതയടക്കമുണ്ടോ? തീർച്ചയായും CMR ലെക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് ഇഡി വ്യാപിപ്പിക്കാൻ ഒരുങ്ങുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് എന്ന് പറയുന്നത് ഈ എക്സാലോജിക്കിന് CMRലെ കരാർ, അതായത് അവർക്ക് IT സേവനങ്ങൾ നൽകുന്ന കരാർ എങ്ങനെയാണ് ലഭിച്ചത് എന്നുള്ളതാണ് ഇഡിയുടെ അന്വേഷണ പരിധിയിലുള്ള കാര്യമെന്ന് പറയുന്നത്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് ഈ CMRL എക്സാലോജിക്കുമായി ഒരു കരാറിലേക്ക് എത്തുന്നത്. അവരുടെ IT സേവനങ്ങൾ നൽകുന്നതുമായി ബന്ധപ്പെട്ട ആ കരാറിലേക്ക് അന്ന് എത്തിയത്. ഈ കരാർ അന്ന് നൽകിയത് അന്ന് അത്ര വൈദഗ്ധ്യമുള്ള കമ്പനിയല്ല. CMRലിനെ പോലെ വലിയൊരു സ്ഥാപനത്തിന് ഈ IT സേവനങ്ങൾ നൽകാൻ കഴിയുന്ന ഒരു വലിയ വൈദഗ്ധ്യമുള്ള ഒരു കമ്പനി ആയിരുന്നില്ല എക്സാലോജിക് എന്ന് പറയുന്നത്. അതൊരു സ്റ്റാർട്ടപ്പ് അന്ന് തുടങ്ങി വരുന്നൊരു കമ്പനിയാണ്. ആ ഒരു ഘട്ടത്തിൽ എങ്ങനെയാണ് ഈ കരാർ ലഭിച്ചത് എന്നുള്ളതിലാണ് ഇപ്പോഴും ഇഡിക്ക് മുന്നിലുള്ള ഒരു അവ്യക്തത കുറവ് ഉള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഈ വീണയുടെ മൊഴിയടക്കം ഇഡി എടുത്തപ്പോഴും അതിലൊരു വ്യക്തത വരുത്താൻ വീണയ്ക്കും കഴിഞ്ഞിട്ടില്ല. ചില അവ്യക്തതകൾ വീണയുടെ മൊഴികളിലുണ്ട് എന്നുള്ളതാണ് ഇഡി വൃത്തങ്ങൾ പറയുന്നത്. ഏതായാലും ഇത് ഒക്കെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ കരാറിലെ ദുരൂഹത അന്വേഷിക്കാനായി ഇഡി തീരുമാനിച്ചിരിക്കുന്നത്. ഈ കരാറിലൊരു അസ്വാഭാവികത ഉണ്ട് എന്ന് തന്നെയാണ് ഇഡി വിലയിരുത്തുന്നത്. അന്ന് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് ഏതെങ്കിലും തരത്തിൽ ഈ CMRലിന് സർക്കാരിൽ നിന്ന് ലഭിച്ച സഹായത്തിന്റെ പ്രത്യുപകാരമായാണോ ഇത്തരം ഒരു കരാർ എക്സാലോജിക്കിന് നൽകിയത് എന്നുള്ളതാണ് ഇഡിയുടെ അന്വേഷണ പരിധിയിലുള്ളത്. മാത്രമല്ല, ഈ സർക്കാരിൽ നിന്ന് ആ കാലത്ത് CMRലിന് ലഭിച്ച എല്ലാ സഹായങ്ങളും ആനുകൂല്യങ്ങളും ഒക്കെ ഈ അന്വേഷണത്തിന്റെ ഭാഗമായി വരും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പിണറായി വിജയനിലേക്ക് കൂടി അന്വേഷണം വ്യാപിപ്പിക്കാനുള്ളൊരു നീക്കമാണിപ്പോൾ ഈ ഇഡിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ കരാറുമായി ബന്ധപ്പെട്ടുള്ള ദുരൂഹതകൾ നീക്കുക എന്നുള്ളതാണ്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഈ വ്യക്തത കൂടുതൽ വരുത്തുക. എങ്ങനെയാണ് ഈ കരാർ ലഭിച്ചത്, എന്ത് സേവനത്തിനാണ് ഇത്തരത്തിൽ ഈ 2.78 കോടി രൂപ അത് കൃത്യമായി തന്നെ ഓരോ മാസവുമാണ് അക്കൗണ്ടിൽ ഈ എക്സാലോജിക്കിലേക്ക് ലഭിച്ചിരുന്നത്. അപ്പോൾ ഇതെന്താണ് ഇതിൻ്റെ അടിസ്ഥാനം, എന്ത് അടിസ്ഥാനത്തിലാണ് ഈ കരാർ നൽകിയത്, അത് സർക്കാരുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ? നേരത്തെ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയൻ അദ്ദേഹം പരിസ്ഥിതി വകുപ്പ് കൈകാര്യം ചെയ്തിരുന്നു. ആ ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ CMRലിന് സഹായം നൽകിയിരുന്നു, അതിനൊക്കെയുള്ള പ്രത്യുപകാരമാണോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇഡി ഇപ്പോൾ അന്വേഷണ പരിധിയിലേക്ക് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് അറിയാവുന്നതുപോലെ കേസിൽ വീണ ടിയെ 2 തവണ ഇഡി ചോദ്യം ചെയ്തിരുന്നു. ആദ്യവും ഏതാണ്ട് 9 മണിക്കൂറോളം ചോദ്യം ചെയ്തു. ഇന്നലെ 10 മണിക്കൂറോളം ഇഡി ചോദ്യം ചെയ്തു. പക്ഷേ ഇപ്പോഴും ഇഡിക്ക് ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള വ്യക്തത വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ വീണ്ടും ചോദ്യം ചെയ്യാനാണ് ഇഡിയുടെ തീരുമാനം എന്ന് പറയുന്നത്. മാത്രമല്ല, ഇഡിയുടെ കയ്യിൽ ഇപ്പോൾ ഈ സാമ്പത്തിക ഇടപാട് കേസുമായി ബന്ധപ്പെട്ട് SFIO ശേഖരിച്ച 134 രേഖകളുണ്ട്. അതുകൂടി ഇഡി വിശദമായി പരിശോധിക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കൃത്യമായി കഴിഞ്ഞ ദിവസമാണ് ഇഡിക്ക് ആ രേഖകൾ, അതായത് മിനിഞ്ഞാന്നാണ് ഇഡിക്ക് ആ രേഖകൾ കിട്ടുന്നത്. അങ്ങനെ ഇന്നലെ വീണയെ ചോദ്യം ചെയ്തു. അതിൽ നിന്ന് കുറച്ച് വിവരങ്ങൾ ലഭിച്ചപ്പോൾ ഈ വിവരങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ 3-ാം തവണയും ഇഡി വീണയെ ചോദ്യം ചെയ്യും എന്നുള്ളതാണ്. ആ ഘട്ടത്തിൽ കൂടുതൽ വ്യക്തത വരുത്തുക എന്നുള്ളതാണ് ഇഡിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഈ CMRലുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ അതിൻ്റെ MD ആയിട്ടുള്ള ശശിധരൻ കർത്തയുടെ മകനായിട്ടുള്ള ശരണസ് കർത്ത, മകൾ ഷിബിയസ് കർത്ത, ഭാര്യ ജയാസ് കർത്ത, കമ്പനിയുടെ CEO CFO ചീഫ് ഫിനാൻഷ്യൽ ഓഫീസർ അടക്കമുള്ളവരെ ഇഡി നേരത്തെ തന്നെ ചോദ്യം ചെയ്തിരുന്നു. അവരുടെ മൊഴികളടക്കം ഇഡി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഇനി അവരെ വിളിപ്പിക്കുമോ എന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. ഏതായാലും ഈ മൊഴികൾ എല്ലാം പരിശോധിച്ച് SFIOയുടെ രേഖകൾ പരിശോധിച്ച്, മാത്രമല്ല ഇത്തരത്തിൽ ഈ CMRലിന് ഈ ഒന്നാം പിണറായി സർക്കാരിന് കാലത്ത് ലഭിച്ച സഹായങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണത്തിലേക്ക് നീങ്ങാൻ തന്നെയാണ് ഇപ്പോൾ ഇഡി തീരുമാനിച്ചിരിക്കുന്നത്. ശരി, ആന്റണി ജോർജാണ് വിവരങ്ങൾ നൽകിയത്.